പോലീസിനെ വെല്ലുവിളിച്ച് ഒഴിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അർജുൻ ആയങ്കിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. കണ്ണൂരിലെ വനിതാ അഭിഭാഷകരുടെ ഫ്ളാറ്റിൽ നിന്നുമാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനാണ് പോലീസ് നീക്കം. സുഹൃത്തായ മറ്റൊരാളും അർജുനൊപ്പം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൂത്തുപറമ്പ് കോടതിയിൽ അർജുനെ ഹാജരാക്കി. തുടരെ പോലീസിനെ വെല്ലുവിളിച്ച അർജുനെ പിടികൂടിയത് പോലീസിന് വലിയ ആശ്വാസമായി. കേരളം ഗുണ്ടകളുടെ പരദേശിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ഇതാണ് അവസ്ഥയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായി. പ്രധാന കൂട്ടാളി പ്രണവ് ഇപ്പോഴും ഒളിവിലാണ്. അർജുനെ തേടി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഒളിവിൽ കഴിഞ്ഞ ശേഷം തലപ്പുറം നിന്ന് അർജുനെ കയറിയ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് അറസ്റ്റിൽ നിർണായകമായത്.